നമസ്കാരം, ഞാൻ എന്റെ സുദർശനൻ. സംസ്കാരയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് പ്രോഡക്ട്സ് ഞാൻ ഓൺലൈനായിട്ട് മേടിച്ചിരുന്നു. അതിൻ്റെ അൺബോക്സിങ് റിവ്യൂ ആണ്. നമുക്ക് ഓരോ പ്രോഡക്റ്റായിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് ഫസ്റ്റ് പ്രോഡക്റ്റ്. ഇത് ഞാൻ മീഷോന്ന് മേടിച്ചിട്ടുള്ള ഒരു വുഡൻ ഡിഫ്യൂസർ ആണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ചന്ദനക്കട്ടകൾ ഇങ്ങനെ കത്തിച്ച് വയ്ക്കാം. ഇത് എൻ്റെ ഉണ്ടായിരുന്ന ചന്ദനക്കട്ടയാണ്. നമ്മൾ ലോക്കൽ മാർക്കറ്റിലൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടുന്ന ചന്ദനക്കട്ടയാണ്. അപ്പോൾ ഇത് നമുക്ക് ഇതിനകത്ത് കത്തിച്ച് വെച്ചാൽ വീണ്ടും നല്ലൊരു സ്മെല്ലായിരിക്കും. അപ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ള എനർജി സ്പ്രെഡ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്രോഡക്റ്റാണ്. ഞാനിതിൻ്റെ റേറ്റിംഗ് പറയുകയാണെങ്കിൽ അറൗണ്ട് 5 ഔട്ട് ഓഫ് 5 തന്നെ ഞാൻ കൊടുക്കും. നല്ലൊരു പ്രോഡക്റ്റ്. സെക്കൻഡ് പ്രോഡക്റ്റ് ഒരു വാൾ ഹാങ്ങർ ആണ്. ആക്ച്വലി ഞാനിത് മീഷോയിൽ നിന്ന് മേടിച്ചതാണ്. ഇതൊരു MDF-ൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു നല്ലൊരു പ്രോഡക്റ്റാണ്. പക്ഷേ ഇതൊരു EVLite പ്രൊഡക്ടറാണ്. ഇത് ആക്ച്വലി എനിക്ക് അറിയത്തില്ലായിരുന്നു. ഇതിൻ്റെ ഭംഗി കാരണം ഞാനത് ഓർഡർ ചെയ്തതാണ്. ഒരുപാട് കോസ്റ്റൊന്നുമില്ല. അപ്പം ഈ ഒരു വിലയ്ക്ക് ഇതൊരു നല്ല പ്രോഡക്റ്റാണ്. ഇത് സെറ്റ് ഓഫ് 2 ആണ്. 2 ഹാങ്ങർ നിങ്ങൾക്ക് ഇതിനകത്ത് കിട്ടും. അപ്പോൾ ഈ പ്രൈസിൽ ഒരു ബെസ്റ്റ് ബൈ എന്ന് തന്നെ പറയാം. ഇതിന് നമുക്ക് റേറ്റിംഗ് കൊടുക്കുകയാണെങ്കിൽ 4 ഔട്ട് ഓഫ് 5 നമുക്ക് കൊടുക്കാം. അപ്പം ഇതാണ് നമ്മുടെ തേർഡ് പ്രോഡക്റ്റ്. ഇതും ഞാൻ മീഷോയിൽ നിന്ന് മേടിച്ചതാണ്. ഇതൊരു വാൾ ഹാങ്ങിങ് പ്രോഡക്റ്റാണ്. പക്ഷേ ഇതെനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. കാരണം ഈ വിലയ്ക്ക് നല്ലൊരു പ്രോഡക്റ്റ് എന്ന് ഞാൻ പറയാം. അപ്പോൾ എൻ്റെ ഒരു റേറ്റിംഗ് അനുസരിച്ചിട്ട് ഞാനിത് 5 ഔട്ട് ഓഫ് 5 തന്നെ കൊടുത്തു. അത്രയ്ക്ക് നല്ല പ്രോഡക്റ്റായിട്ട് എനിക്ക് തോന്നി. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതാണ് ആ പ്രോഡക്റ്റ്. ഇത് നമുക്ക് മനോഹരമായിട്ട് നമുക്ക് ഹാങ് ചെയ്തിടാൻ പറ്റും. 5 ഔട്ട് ഓഫ് 5 തന്നെ നമുക്ക് ഇതിനകത്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഫിഫ്ത്ത് പ്രോഡക്റ്റും ഞാൻ മീഷോയിൽ നിന്ന് തന്നെ മേടിച്ചതാണ്. ഇത് MDF ബോർഡിലുള്ള കുറച്ച് റൗണ്ട് ഷേപ്പിലുള്ള കുറച്ച് പിക്ചേഴ്സും നമുക്ക് വാളിൽ ഫിക്സ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് പിക്ചേഴ്സൊക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ സൈസ് എനിക്ക് തോന്നുന്നത് കുറച്ച് ചെറുതായി പോയി. പ്രിന്റ് ക്വാളിറ്റിയും ഞാൻ ഉദ്ദേശിച്ചത്ര വന്നില്ല. പക്ഷേ നമ്മൾ മുടക്കുന്ന മുതൽ തന്നെ അതെന്തായാലും നല്ല പ്രോഡക്റ്റ് ആണെന്ന് തോന്നുന്നു. പിന്നെ അതിൻ്റെ കുറച്ച് ഡബിൾ സൈഡ് ടേപ്പ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റിയും എനിക്ക് അത്ര നന്നായിട്ട് തോന്നിയിട്ടില്ല. എങ്കിലും കുഴപ്പമില്ല. നമുക്ക് നല്ലൊരു ഡബിൾ സൈഡഡ് ടേപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതെല്ലാം ഒന്ന് ഫിക്സ് ചെയ്ത് നോക്കാം. സൈസ് പൊതുവെ വളരെ ചെറുതാണെന്ന് തോന്നി. അതാണ് അതിൻ്റെ ഒരു ഡീമെറിറ്റായിട്ട് എനിക്ക് തോന്നുന്നത്. അതൊഴിച്ചാൽ കുഴപ്പമില്ല. ഈ വിലയ്ക്ക് ഈ പ്രോഡക്റ്റ് വലിയ പ്രശ്നമില്ലാത്തൊരു പ്രോഡക്റ്റാണ്. റേറ്റിംഗ് ഞാനിതിന് ഒരു 3 ഔട്ട് ഓഫ് 5 മാത്രമേ ഞാൻ ഇതിനകത്ത് കൊടുക്കുന്നുള്ളൂ. എഗെയിൻ മീഷോയിൽ നിന്ന് തന്നെയാണ്. ഇതും നേരത്തെ പറഞ്ഞ പോലെ വാൾ ഫിക്സിംഗ് ആയിട്ടുള്ള ഒരു ഡെക്കറാണ്. ഇതും MDF ബോർഡ് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു ചെറിയ ഡെക്കർ പീസാണ്. ഞാനത് കൊടുത്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇത് നേരത്തെ പറഞ്ഞതുപോലുള്ള സൈസ് മാത്രമാണ് ഇതിനകത്തൊരു കൺസേൺ ആയിട്ട് എനിക്ക് തോന്നുന്നത്. അതൊഴിച്ചാൽ ഇതിൻ്റെ പ്രിന്റ് ക്വാളിറ്റി എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നേരത്തെ ഒരു മാറ്റ് ഫിനിഷ് ആണെങ്കിൽ ഇത് ഗ്ലോസി ഫിനിഷാണ്. അപ്പോൾ കുഴപ്പമില്ലാത്ത പ്രോഡക്റ്റ്. ഇതിൻ്റെ ഡബിൾ സൈഡ് സ്റ്റിക്കറൊക്കെ ഇതിൻ്റെ ബാക്ക് സൈഡിൽ തന്നെ ഒട്ടിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് വാളിൽ ഫിക്സ് ചെയ്താൽ മതി. വാൾ ഫിക്സ് ചെയ്യുമ്പോൾ എനിക്ക് അറിയത്തില്ല ഇത് എത്രത്തോളം അതിൽ സ്റ്റിക്കി ആയിട്ട് ഇരിക്കുന്നുള്ളത്. നമുക്ക് എന്തായാലും ഒരു ഡബിൾ സൈഡ് ടേപ്പ് ഉപയോഗിച്ചിട്ട് ഇതിനെ ഫിക്സ് ചെയ്യാം. അത് ഫിക്സ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഞാൻ നിങ്ങളെ പിന്നീട് കാണിക്കുന്നത്. ഇതെനിക്ക് കുറച്ചും കൂടെ ഇഷ്ടപ്പെട്ടു. ഇതിന് ഞാൻ 4 ഔട്ട് ഓഫ് 5 ഞാൻ കൊടുക്കും. ഞാൻ ഒരുപാട് എക്സ്പെക്ട് ചെയ്ത് മേടിച്ചിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. ഇത് മീഷോയിൽ നിന്നുള്ള ഒരു പ്രോഡക്റ്റാണ്. നമുക്ക് എന്തായാലും ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതൊരു മെറ്റൽ ഡക്കറാണ്. എന്തായാലും നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിൻ്റെ ക്വാളിറ്റി എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. ഞാൻ നിങ്ങളത് കാണിക്കാം. കോസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ഒരുപാട് എനിക്ക് കോസ്റ്റ് ആയില്ല. ഇവിടുത്തെ നാട്ടിലെ പ്രൈസ്, അതായത് എസ്പെഷ്യലി ട്രിവാൻഡ്രത്തെ പ്രൈസ് ഒക്കെ നോക്കുമ്പോഴത്തേക്ക് ഇതെനിക്കൊരു ഭയങ്കര ലാഭമായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ക്വാളിറ്റി വളരെ നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ്. ഇത് നമുക്ക് 100% 5 ഔട്ട് ഓഫ് 5 തന്നെ കൊടുക്കാം. എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. നല്ല പ്രോഡക്റ്റ്സാണ്. ഞാൻ 100% നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യും. അപ്പോൾ എൻ്റെ ഫൈനൽ പ്രോഡക്റ്റ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോവുകയാണ്. ഇത് അത്യാവശ്യം വലിയൊരു പ്രോഡക്റ്റാണ്. ഇതെന്ന് പറയുന്നത് ഞാൻ എൻ്റെ വീട്ടിൽ പൂജാ റൂമായിട്ടൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഓൺലൈനായിട്ട് മേടിച്ചിട്ടുള്ള ചെറിയ മഞ്ചിറാണ്. ഇത് ഞാൻ മേടിച്ചിരിക്കുന്നത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഞാൻ ഓൾറെഡി ചെറുതായിട്ടൊന്ന് ഓപ്പൺ ചെയ്തിരുന്നു. എന്നാലും കംപ്ലീറ്റ് ആയിട്ടൊന്ന് പൊളിച്ച് നോക്കിയിട്ടില്ല. നമുക്കൊന്ന് നോക്കാം. എനിക്ക് പ്രോഡക്റ്റ് മോശമല്ലാത്തൊരു പ്രോഡക്റ്റാണ്. കാരണം ഇതിന് ഒരുപാട് കാശ് ഞാൻ സ്പെൻഡ് ചെയ്തിട്ടില്ല. ഞാൻ കൊടുത്ത വിലയ്ക്ക് എനിക്കൊരു നല്ല പ്രോഡക്റ്റായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ചെറിയൊരു മഗ്, ചെറിയ ഒരു പൂജാ റൂം
അല്ലെങ്കിൽ ചെറിയൊരു മന്ദിര സൂചിക്കാൻ വേണ്ടി ഒരു മന്ദിര വേണം ആഗ്രഹിക്കുന്നവർ, അത്തരത്തിലുള്ള ഒരു പ്രോഡക്റ്റ് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് നമുക്ക് ഈ പ്രോഡക്റ്റ് ചൂസ് ചെയ്യാം. കുഴപ്പമില്ല, നല്ലൊരു പ്രോഡക്റ്റാണ്. 2 ഡോറുണ്ട്. അപ്പോൾ നമുക്കിവിടെ ദൈവത്തിനെ പ്ലേസ് ചെയ്യാം. ഇതിനൊരു ഗോപുരമുണ്ട്. ഇത് ഊരി നമുക്കിതിൻ്റെ മുകളിൽ നമുക്ക് ഫിറ്റ് ചെയ്യണം. നമ്മുടെ പൂജാ സാധനങ്ങളൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ഡ്രോയർ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തൊരു റെഡ് കളറിലുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ഇതിനകത്ത് ഇത്തരത്തിൽ നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ പ്ലേസ് ചെയ്താൽ ജസ്റ്റ് ഒന്ന് വലിച്ചതിന് ശേഷം ഇവിടെ നമുക്ക് വിളക്ക് കത്തിച്ച് വെക്കാനും പറ്റും. അപ്പം ഈ ഒരു വിലയ്ക്ക് നല്ലൊരു പ്രോഡക്റ്റാണ്. എന്തായാലും ഞാനിതിന് 4 out of 5 കൊടുക്കും. കാരണം ക്വാളിറ്റി ഇച്ചിരി കൂടെ ഇമ്പ്രൂവ് ചെയ്യാമായിരുന്നു അതിൻ്റെ പെയിൻറ്റിംഗ് ക്വാളിറ്റി. ബട്ട് അതർവൈസ് ഈ ഒരു പ്രൈസിന് നല്ലൊരു പ്രോഡക്റ്റാണ്. അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പം എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓരോരുത്തർക്കും ഓരോ പാഷൻ ഉണ്ട്. അപ്പം എൻ്റെ പാഷൻ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള നല്ല ഹോം ഡെക്കേഴ്സ് ഒക്കെ ഓർഡർ ചെയ്തിട്ട് വീടിനെ എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ വീടിന് എപ്പോഴും ഒരു പോസിറ്റീവ് എനർജി കിട്ടിക്കൊണ്ടേയിരിക്കും. ഒരിക്കലും അത് പഴയതായിട്ടുള്ള ഒരു ഫീലിംഗ് നമുക്ക് ഉണ്ടാകത്തില്ല. അപ്പം എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള സജഷൻസ് കമൻറ്റ്സ് രൂപത്തിൽ രേഖപ്പെടുത്തുക. അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും നന്മകൾ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.